ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒക്ടോബർ മാസം കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ബിയേഴ്സ് ആധിപത്യം ചെലുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ മാർക്കറ്റിലെ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളുടെയും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളെയും NSEയിൽ നമ്മൾ പരിശോധിച്ചാൽ 1034 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 2062 സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തത്. അതായത് നേരെ ഇരട്ടി സ്റ്റോക്കുകൾ ഇന്ന് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രോഡ് മാർക്കറ്റിൽ ലാർജ് ക്യാപ്പ് എന്നോ മിഡ് ക്യാപ്പ് എന്നോ സ്മോൾ ക്യാപ്പ് എന്നോ മൈക്രോ ക്യാപ്പ് എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സെഗ്മെന്റിലും ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാം. അതിന്റെ ഭാഗമായിട്ടുണ്ടായ ശക്തമായ സെൽ ഓഫ് ആണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. സെക്ടർ വൈസ് നോക്കിയാലും കൺസ്യൂമർ ഡ്യൂറബിൾസിന്റെ ഒരേ ഒരു സെക്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് നെഗറ്റീവിലാണ് നമുക്ക് കാണാൻ കഴിയുക. നിഫ്റ്റി ഇന്ന് 25,597 എന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ 25,600 എന്നുള്ള ആ ഒരു സപ്പോർട്ട് ലെവലിന് താഴെയാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ബിയേഴ്സ് വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ 25,500 എന്നുള്ള ആ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ അപകടകരമായ ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ ഇന്നത്തെ മാർക്കറ്റ് മൂവിന് നമ്മൾ കാണുന്ന മറ്റൊരു കാരണം ഇന്ന് നിഫ്റ്റി എക്സ്പയറി ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഇൻട്രാഡേ വോളറ്റിലിറ്റി നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിക്ലൈൻ ആണെങ്കിൽ ഒരു പക്ഷേ ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തേക്കാം. എങ്കിൽ പോലും ഒരു കൺസോളിഡേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് സൈഡ് വേസ് രീതിയിലായിരിക്കും മാർക്കറ്റ് പോകാനുള്ള സാധ്യത നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ ചാർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റാൻ, അതുപോലെ ഭാരതി എയർടെൽ, അതുപോലെ HDFC ലൈഫ് പോലെയുള്ള സ്റ്റോക്കുകളാണ് ഇന്ന് ഒരു 2% കൂടുതലുള്ള ഒരു മുന്നേറ്റം നടത്തിയത്. ഇപ്പോൾ നിഫ്റ്റി 50 പവർ ഗ്രിഡ് കോർപ്പറേഷൻ, എറ്റേണൽ പോലെയുള്ള സ്റ്റോക്കുകളാണ് ഇന്ന് താഴോട്ടേക്ക് വന്നതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഭാരതി എയർടെല്ലിൽ ഒരു റാലി ഉണ്ടാകാൻ കാരണം കഴിഞ്ഞ ദിവസം അതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ഇയർ ഓണിയിൽ 25% ഒരു ജമ്പാണ് സെയിൽസ് റവന്യൂ ഉണ്ടായിട്ടുള്ളത്. പ്രോഫിറ്റിലാണെങ്കിൽ 65% വമ്പിച്ച ജമ്പും നമുക്ക് ഭാരതി എയർടെല്ലിൽ കാണാൻ പറ്റും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 5% ഒരു മൂവും, പ്രോഫിറ്റിൽ 16% മൂവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഭാരതി എയർടെല്ലിൻ്റെ ആ ഒരു റിസൾട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു. അതിൻ്റെ മാർക്കറ്റ് എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് ആയിരുന്നു. ഇതേപോലെ തന്നെയാണ് ശക്തമായ റിസൾട്ട് ടൈറ്റാനിലും വന്നത്. ഇപ്പോൾ ടൈറ്റാൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 28% ജമ്പാണ്, പ്രോഫിറ്റിൽ 59% ജമ്പാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ 13% ജമ്പും പ്രോഫിറ്റിൽ 2.6% ജമ്പും കാണാൻ പറ്റും. അപ്പോൾ ടൈറ്റാനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപ്സൈഡ് മൂവ് നമുക്കിന്ന് ഈ സ്റ്റോക്കുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് റിസൾട്ട് പവർ ഗ്രിഡ് ആയിരുന്നു. അപ്പോൾ അവിടെ സെയിൽസ് റവന്യൂവിൽ ഒരു സിംഗിൾ ഡിജിറ്റ് 1.76 എന്നുള്ളൊരു ഫ്ലാറ്റ് ഗ്രോത്ത് മാത്രമാണ് കാണുന്നത്. അതുപോലെ പ്രോഫിറ്റിലാണെങ്കിൽ 6% ഒരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 2.5% റവന്യൂ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ പ്രോഫിറ്റിലും 1.78% ഒരു ഫോളാണ്. അപ്പോൾ പവർ ഗ്രിഡിൻ്റെ ആ ഒരു റിസൾട്ട് മിക്സഡ് ടു വീക്ക് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയതുകൊണ്ടാണ് ആ സ്റ്റോക്ക് ഇന്ന് നിഫ്റ്റിയിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു സ്റ്റോക്കായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ എക്സ്പയറി റിലേറ്റഡ് ആയിട്ടുള്ള വോളറ്റിലിറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള ചില കാരണങ്ങളിലായിട്ട് ഒന്ന് നമ്മൾ കാണുന്നത് FIAസിൻ്റെ ശക്തമായ സെല്ലിംഗ് ആണ്. അപ്പോൾ ഒക്ടോബർ 29 മുതൽ കഴിഞ്ഞ 4 കണ്ടിന്യൂസ് ട്രേഡിംഗ് സെഷനിൽ FIAs ശക്തമായ സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ അത്യാവശ്യം മോശമല്ലാത്ത ബൈങ് നടത്തിയ FIAs ഇപ്പോൾ സെല്ലിംഗ് മോഡിലേക്ക് വന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ നെഗറ്റീവിലാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. കൂടാതെ ഗ്ലോബൽ ക്യൂസ് വളരെ വീക്കാണ് എന്നും നമുക്ക് കാണാം. ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിലുള്ള സൗത്ത് കൊറിയൻ ഇൻഡെക്സ് ആയിട്ടുള്ള കോസ്പി ആയാലും ജപ്പാൻ്റെ നിക്കി 225 ആയാലും ചൈനയുടെ ഷാങ്ഹായ് കോമ്പോസിറ്റ് ആയാലും അതൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടെക് റാലിയിൽ നിന്നും പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നതായിട്ട് അതിൻ്റെ ഇൻഡെക്സുകളിൽ കാണാൻ കഴിയും. അതുപോലെ US ഫ്യൂച്ചേഴ്സും ഏകദേശം 1% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീക്ക് ഗ്ലോബൽ ക്യൂസും അതേപോലെ FIAs സെല്ലിംഗ് മോഡിലേക്ക് വന്നതും മാർക്കറ്റിനെ നെഗറ്റീവ് ആക്കിയെന്ന് വേണം പറയാം. കൂടാതെ കഴിഞ്ഞ ആഴ്ചകളിൽ നല്ല റാലി നടന്നിട്ടുള്ള ബാങ്കിങ്, അതേപോലെ ഓട്ടോ, മെറ്റൽ ഇത്തരം സെക്ടറുകളിലൊക്കെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി 25,650 താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ലെവലിലേക്ക് വന്നതുകൊണ്ട് തന്നെ 25,400 വരെ നിഫ്റ്റി പോകാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് നമുക്ക് കാണാൻ കഴിയുക. മാർക്കറ്റിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാകണമെങ്കിൽ അവിടെ US ഇന്ത്യ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ വരേണ്ടി വരും. അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ട്രിഗർ ചെയ്യാവുന്ന രീതിയിലുള്ള ഗ്ലോബൽ ന്യൂസുകൾ വരേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ കാണുന്നത് ഇന്ത്യൻ റുപ്പി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഗോൾഡ്മാൻ സാക്സ് അവർ ഇന്ത്യൻ കറൻസിയെക്കുറിച്ച് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതായിട്ട് കാണാം. അവർ പറയുന്നത് ഇന്ത്യ US ട്രേഡ് നെഗോഷിയേഷൻ അതിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമെന്നും റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ഇന്ത്യ റെഡ്യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ട്രേഡ് ഡീൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നുമൊക്കെയാണ് ഗോൾഡ്മാൻ സാക്സിൻ്റെ അഭിപ്രായം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു 25% അഡീഷണൽ താരിഫിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു വിമുക്തി ഉണ്ടാകുമെന്നും അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി അത് 1 to 2% സ്ട്രെങ്ത് നേടുമെന്നുമാണ് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. ഇപ്പോൾ US ഡോളറിനെതിരെ 88.8 എന്ന ലെവലിൽ നിൽക്കുന്ന ഇന്ത്യൻ റുപ്പി ഈ രീതിയിൽ 87-86 ലെവലിലേക്ക് വരുമെന്ന് ഗോൾഡ്മാൻ സാക്സ് പ്രവചിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു റിപ്പോർട്ടാണ്. ഇൻ കേസ് ഇന്ത്യ US ട്രേഡ് ഡീൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും RBI ഒരിക്കലും ഇന്ത്യൻ റുപ്പി ഡോളറിനെതിരെ 89 മുകളിലേക്ക് പോകാൻ അനുവദിക്കില്ലെന്നും അവർ തീർച്ചയായിട്ടും അവിടെ ഇടപെട്ടുകൊണ്ട് വേണ്ട മെഷേഴ്സ് എടുത്തുകൊണ്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ 88.8 തിരിച്ചു കൊണ്ടുവരുമെന്നുമാണ് ഗോൾഡ്മാൻ സാക്സിന്റെ അഭിപ്രായം. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നാൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 IPOകളാണ് മാർക്കറ്റിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൽ ലെൻസ്കാർട്ടിന്റെ IPO ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലെൻസ്കാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഓവർ വാല്യൂഡ് ആണ് എന്ന ഒരു നിഗമനത്തിലാണ് പൊതുവെ അനലിസ്റ്റുകൾ എത്തുന്നത്. ഡിമാൻഡ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടില്ല എന്നാണ് കാണാൻ കഴിയുക. കാരണം ഈ IPO ഓപ്പൺ ചെയ്ത സമയത്ത് ഏകദേശം 23% ഒരു പ്രീമിയം ജമ്പ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞിട്ട് 14% വന്നതായിട്ട് കാണാം. എങ്കിൽ പോലും ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഉണ്ടാവുമെങ്കിലും അത് ഈ ഒരു 10%-നും 20%-നും അടുക്കുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ആയിരിക്കാം. അപ്പോൾ ലെൻസ്കാർട്ടിന്റെ IPO ക്ലോസ് ചെയ്ത ഈ ദിവസം തന്നെ ഇപ്പോൾ ഗ്രോയുടെ IPO ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാൽ ഗ്രോ IPOയുമായി ബന്ധപ്പെട്ട് അനലിസ്റ്റുകൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം അതിന്റെ വാല്യുവേഷൻ ഓക്കെ ആയിട്ടാണ് പൊതുവെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഓപ്പണിംഗ് ഡേയിൽ അതിന്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 17% ഓൾറെഡി പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ലെൻസ്കാർട്ടിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഗ്രോയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഒരു അളവുകോലല്ല. കാരണം ഫൈനൽ ലിസ്റ്റിംഗ് ഡേയിൽ ഉണ്ടാകുന്ന ആ ഒരു വോളറ്റിലിറ്റിയാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ലിസ്റ്റിംഗ് ഒക്കെ കമ്പനിയിൽ സംഭവിച്ചേക്കാം. ഇനി നമ്മൾ ഇന്ന് വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ടാണ്. അവിടെ പ്രോഫിറ്റിൽ 10% ഇയർ ഓൺ ഇയർ ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. 20,159 കോടിയുടെ ഒരു പ്രോഫിറ്റ് രേഖപ്പെടുത്തിയായിട്ട് കാണാം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പ്രോഫിറ്റ് യെസ് ബാങ്കിന്റെ സ്റ്റേക്ക് ഇവർ വിറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അതർ ഇൻകം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 3.3% ഒരു ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് 41,620 നിന്നും 42,985 ആയിട്ടാണ് ഉയർന്നിട്ടുള്ളത്. കൂടാതെ SBIയുടെ അസറ്റ് ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 1.83 എന്നുള്ള NPA അതിപ്പോൾ 1.73 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഗ്രോസ് NPA 78,039 കോടിയിൽ നിന്നും 76,243 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നെറ്റ് NPA 0.47% നിന്നും 0.42% ആയിട്ടാണ് കുറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ ബാങ്കിന്റെ അഡ്വാൻസ് വളരെയധികം വളർന്നിട്ടുണ്ട്. അത് ഇയർ ഓൺ ഇയറിൽ 12.73% ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ റീറ്റെയിൽ അഡ്വാൻസസ് 15% ആണ് ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുള്ളത്. അതുപോലെ SME മേഖലയിലുള്ള ലെൻഡിങ് 18.78% ഇയർ ഓൺ ഇയർ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ മേഖലയിലുള്ള അഡ്വാൻസ് 14.23% ഉയർന്നിട്ടുണ്ട്. അതുപോലെ പേഴ്സണൽ ലോണിൻ്റെ രംഗത്തും 14% വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് നമ്മൾ SBIയിൽ കാണുന്നത്. പക്ഷേ നമുക്കറിയാം SBI ഓൾറെഡി നല്ല റിസൾട്ട് വരുമെന്ന പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഓൾറെഡി ജമ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജമ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അടുത്തൊരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആണ്. അതിൻ്റെ റിസൾട്ട് ഇന്ന് വന്നിരുന്നു. ഇയർ ഓൺ ഇയറിൽ 18% ഒരു ജമ്പാണ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ കാണുന്നത് 4,521 കോടിയാണ്. 3,841 കോടിയായിരുന്നു ഇതേ ക്വാർട്ടറിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. കൂടാതെ റവന്യൂവിൽ 21% ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. 28,919 കോടിയിൽ നിന്നും 35,000 കോടിയായിട്ടാണ് റവന്യൂ ജമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എബിറ്റ നമ്മൾ കാണുന്ന 23% ഇയർ ഓൺ ഇയർ ജമ്പാണ്. അപ്പോൾ മഹീന്ദ്രയുടെ വെഹിക്കിൾ സെയിൽസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 2,31,000 യൂണിറ്റുകളാണ് സെയിൽ ചെയ്തതെങ്കിൽ ഈ വർഷം അത് 2,61,000 യൂണിറ്റുകളായിട്ടാണ് ഉയർന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു ജമ്പ് ഇവരുടെ സെഗ്മെന്റിൽ ഉണ്ടായുള്ള SUVയിലാണ്. കഴിഞ്ഞ വർഷം ഇതേ Q2 1,30,000 SUV സെയിൽ ചെയ്തപ്പോൾ ഇപ്പോൾ 1,40,000 ആയിട്ടാണ് അത് ഉയർന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും SUV സെയിൽസിൻ്റെയും അല്ലെങ്കിൽ ഇവരുടെ പാസഞ്ചർ കാർ സെയിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം GST റിഡക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർ നൽകിയിട്ടുള്ള പല ഓഫറുകളുമാണ്. അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 1.5 ലക്ഷം വരെ താഴത്തേക്ക് വന്നിരുന്നു. ഇതുകൂടാതെ തന്നെ നമുക്കറിയാം മഹീന്ദ്ര ട്രാക്ടർ മേഖലയിലും അഗ്രികൾച്ചർ മേഖലയിലെ ട്രാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെഹിക്കിൾസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവിടെ 32% ഇയർ ഓൺ ഇയർ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫെസ്റ്റീവ് സീസണിൻ്റെ ഡിമാൻഡ് കൂടാതെ നല്ല മൺസൂൺ വന്നതും ഇവരുടെ വെഹിക്കിൾ സെയിൽസിനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ്
കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.